ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭൂമി, അതിലെ വിഭവങ്ങളൊക്കെ നമുക്ക് കിട്ടിയ ഒരു വലിയ ഗിഫ്റ്റാണ്, അല്ലേ? പക്ഷേ ആ വിഭവങ്ങളുടെ ഭാവിയെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരു ക്രിട്ടിക്കൽ ചോയ്സിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മുടെ മുന്നിലുള്ളത് രണ്ട് വഴികളാണ്. ഒന്നുകിൽ ശോഷണം, അല്ലെങ്കിൽ സമൃദ്ധി. ശരി, നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചാലോ? നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എങ്ങനത്തെ ഒരു ലോകമാണ് ബാക്കി വെക്കാൻ പോകുന്നത്? കാരണം നമ്മൾ ഇന്ന് ഏത് വഴി തിരഞ്ഞെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിനുള്ള ഉത്തരം. അപ്പോ നമുക്ക് ആദ്യത്തെ വഴി എന്താണെന്ന് നോക്കാം. കുറച്ച് അപകടം പിടിച്ചൊരു വഴിയാണത്. സത്യം പറഞ്ഞാൽ നമ്മളിൽ പലരും ഇപ്പോ തന്നെ ചിലപ്പോൾ അറിഞ്ഞോണ്ടോ അറിയാതെയോ ഈ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് വിഭവശോഷണത്തിന്റെ വഴി. എന്താണിത് ഈ വിഭവശോഷണം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ് സംഭവം. പ്രകൃതിക്ക് പുതിയ വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു സമയമുണ്ടല്ലോ. അതിനേക്കാൾ സ്പീഡിൽ നമ്മളത് ഉപയോഗിച്ചു തീർക്കുക. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇടുന്നതിനേക്കാൾ വേഗത്തിൽ പിൻവലിക്കുന്നത് പോലെ തന്നെ. കുറച്ചു കാലത്തേക്കൊരു പ്രശ്നവും തോന്നില്ല, അല്ലേ? പക്ഷെ അവസാനം എന്ത് സംഭവിക്കും? അക്കൗണ്ട് കാലിയാകും, തീർന്നു, എല്ലാം സ്റ്റോപ്പാകും. അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ കാണാൻ നമ്മൾ എങ്ങോട്ടും പോകണ്ട, നമുക്ക് ചുറ്റും നോക്കിയാൽ മതി. നോക്കൂ, ആയിരക്കണക്കിന് വർഷം കൊണ്ടാണ് ഒരു വനമുണ്ടാകുന്നത്, അല്ലേ? പക്ഷെ നമ്മളോ മണിക്കൂറുകൾ കൊണ്ട് അത് വെട്ടിനിരത്തും. അതുപോലെ ഭൂമിക്കടിയിലുള്ള വെള്ളം, നമ്മളത് ഒരു നിയന്ത്രണവുമില്ലാതെ ഊറ്റിയെടുക്കുന്നു. പിന്നെ കൽക്കരി, പെട്രോൾ, കോടിക്കണക്കിന് വർഷം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. പക്ഷെ നമ്മൾ ഒരു ചിന്തയുമില്ലാതെ അതെല്ലാം കത്തിച്ചു തീർക്കുകയാണ്. ഓർക്കണം, ഇതൊക്കെ തീർന്നുപോയാൽ പിന്നെയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താ? അത് വേറെ എവിടെയുമല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഒന്ന്, നമ്മുടെ തീരാത്ത ആർത്തി. രണ്ട്, കിട്ടുന്ന വിഭവങ്ങൾ ശരിക്കും ഉപയോഗിക്കാതെ പാഴാക്കി കളയുന്ന നമ്മുടെ രീതി. ഇത് വേറെ ആരുടെയും തെറ്റല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമാണ്. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കുന്നു, അത്രയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് തിരഞ്ഞെടുക്കാൻ വേറൊരു വഴി കൂടിയുണ്ട്. പ്രതീക്ഷ തരുന്ന നല്ലൊരു ഭാവിക്കുള്ളൊരു വഴി. അതാണ് സമൃദ്ധിയുടെ പാത. വിഭവസമൃദ്ധി എന്ന് കേൾക്കുമ്പോൾ ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ട് എന്ന് മാത്രം വിചാരിക്കരുത്. അതല്ല പോയിന്റ്. ഇതാണ്, നമ്മുടെ ആവശ്യത്തേക്കാൾ കൂടുതൽ വിഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വളരെ സ്മാർട്ടായി, ബുദ്ധിപരമായി, ഒരു തുള്ളിപ്പോലും പാഴാക്കാതെ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് യഥാർത്ഥ സമൃദ്ധി. അവിടെ വേസ്റ്റേജിന് ഒരു റോളുമില്ല. അപ്പോ ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സൈഡിൽ ഒന്നും തികയാനില്ല എന്ന അവസ്ഥയിൽ നിന്ന് വരുന്ന ശോഷണം, അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ് ഇല്ലാതാക്കുന്നത്. എന്നാൽ മറ്റേ സൈഡിലോ, നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന ചിന്തയിൽ നിന്ന് വരുന്ന സമൃദ്ധി, അത് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്കും നല്ല ജീവിതത്തിനും സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, അമിതമായി ഉപയോഗിച്ച് സ്വയം നശിക്കുന്നു. രണ്ട്, ബുദ്ധിപരമായി ഉപയോഗിച്ച് എപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാർണിംഗ് ഉണ്ട്. ഈ സമൃദ്ധി എന്ന് പറയുന്നത് ലോട്ടറി അടിക്കുന്നത് പോലെ അല്ല. അതായത് അത് വെറുതെ കിട്ടി എപ്പോഴും അവിടെ ഉണ്ടാകുന്നൊന്നല്ല. നമ്മളത് വളരെ ശ്രദ്ധയോടെ, നല്ല പ്ലാനിങ്ങോടുകൂടി നോക്കിയില്ലെങ്കിൽ കയ്യിന്ന് പോകും. സമൃദ്ധിയിൽ നിന്ന് തിരിച്ച് ശോഷണത്തിലേക്ക് വീഴാൻ അധികം നേരമൊന്നും വേണ്ട. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം വരും, അല്ലേ? ഈ ശോഷണത്തിൻ്റെ വഴിയിൽ നിന്ന് എങ്ങനെ നമുക്ക് സമൃദ്ധിയുടെ ആ നല്ല ഭാവിയിലേക്ക് എത്താൻ പറ്റും? ഈ രണ്ട് വഴികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് നമ്മൾ പറയുന്ന പേരാണ് സുസ്ഥിര വികസനം. എന്താണ് ഈ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ? ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയയാണ്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങളൊക്കെ നടക്കണം, ഒരു സംശയമില്ല. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിനെ നമ്മൾ ഇല്ലാതാക്കരുത്. ഇതിനർത്ഥം ഡെവലപ്മെന്റ് വേണ്ട എന്നല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളും നാളത്തെ അവരുടെ ഭാവിയും തമ്മിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് വേണം. അതാണ് കാര്യം. അപ്പോൾ ഈ വലിയ ഐഡിയയെ നമുക്ക് രണ്ട് സിമ്പിൾ കാര്യങ്ങളായിട്ട് ചുരുക്കാം. ഒന്ന്, നമ്മുടെ ഇന്നത്തെ ആവശ്യങ്ങൾ, അത് ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ അത് നിറവേറ്റുക. രണ്ട്, അത് ചെയ്യുമ്പോൾ തന്നെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അവരുടെ അവസരങ്ങൾ നമ്മളായിട്ട് ഇല്ലാതാക്കരുത്. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഈ സുസ്ഥിരത എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോൾ അവസാനം ഒരു കാര്യം പറയാം. നമ്മളിവിടെ സംസാരിക്കുന്നത് വെറും വിഭവങ്ങളെക്കുറിച്ചോ ഡെവലപ്മെന്റിനെക്കുറിച്ചോ ഒന്നുമല്ല. അതിനേക്കാളൊക്കെ വലുതാണ് ഈ വിഷയം. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ്. നമ്മൾ ഈ ലോകം വിട്ടുപോകുമ്പോൾ എന്താണ് ബാക്കി വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിലെ വിഭവങ്ങളൊന്നും നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി അല്ല. ഇത് നമുക്ക് മുൻപുള്ള തലമുറകൾ നമ്മളെ ഏൽപ്പിച്ചു പോയൊരു പൈതൃകമാണ്.
അവരത് നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ചു. അതുപോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതിനെ കേടുപാടൊന്നും വരുത്താതെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ചോയ്സ് നമ്മുടെ കയ്യിലാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും ഒരു വോട്ട് പോലെയാണ്. ഒന്നുകിൽ ഈ ശോഷണത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് മുന്നോട്ടു പോകാം, അല്ലെങ്കിൽ സുസ്ഥിര വികസനം എന്ന ആ പാലം പണിത് സമൃദ്ധിയുള്ള ഒരു പുതിയ ലോകമുണ്ടാക്കാം. നിങ്ങൾ ഏതു വഴി തെരഞ്ഞെടുക്കാനാണ് കൂടെ ഉണ്ടാവുക?